ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജെ. ഇന്ന് പുതിയൊരു ടിപ്പ് പരിചയപ്പെട്ടാലോ. നമ്മുടെ വാഹനങ്ങളിൽ ഡോറ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന്റെ എല്ലാ ഡോറും ലോക്ക് ആവും, ഈവൻ ഡിക്കി ഡോറൊക്കെ ലോക്ക് ആവും. പക്ഷെ അൺലോക്ക് ചെയ്ത ടൈമിൽ നമ്മുടെ ഡ്രൈവർ സൈഡ് മാത്രമേ അൺലോക്ക് ആവുള്ളൂ, ബാക്കി കോ ഡ്രൈവർ സൈഡ് എല്ലാം നമുക്ക് ലോക്ക്ഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെ എല്ലാ ഡോറും നമ്മൾ അൺലോക്ക് ചെയ്യാൻ നോക്കിയാലോ. മിഡിൽ ഓപ്ഷൻ വരുന്ന വാഹനങ്ങളിൽ എങ്ങനെ ഇത് സെറ്റ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു നോബ് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ നോബ് ഒന്ന് പ്രസ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് വരും. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഡോർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈറ്റ്, ഗൈഡ്, സെക്യൂരിറ്റി, AC, ഡിഫോൾട്ട് കാര്യങ്ങൾ എന്തൊക്കെ വരും. ഡോർ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് പ്രസ് ചെയ്യാം. അതിൽ തന്നെ D1, D2, D3, D5 അങ്ങനെ ഓപ്ഷൻസ് വരും, ബാക്ക് വരും. അതിൽ D1 പ്രസ് ചെയ്യാം. D1 SL1, SL2 തന്നെ ഓപ്ഷൻസ് ഉണ്ട്. ഇതില് SL2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ SEL ഉണ്ടാവും, സെലക്ട് എന്ന് പറയുന്നത്. SL2 സെലക്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഫംഗ്ഷൻ, അതായത് 5 ഡോർ അൺലോക്ക് ആവില്ല, ഡ്രൈവർ സൈഡ് മാത്രമേ അൺലോക്ക് ആവുള്ളൂ. നേരെ നമ്മൾ D1 SL1 സെറ്റ് ചെയ്യുക, പ്രസ് ചെയ്യുക, സക്സസ്. മേഡിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ സെറ്റ് ചെയ്തു. അതിനുശേഷം വാഹനം ലോക്ക് ചെയ്തു, വാഹനം അൺലോക്ക് ചെയ്തു, എല്ലാ ഡോറും ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ ഒരു സെയിം ഫംഗ്ഷൻ നമ്മളെ അകത്തുനിന്നും വരുന്നുണ്ട്. അതായത് നമ്മൾ ഇഗ്നീഷൻ ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവർ സൈഡ് മാത്രം വേണമെങ്കിൽ സെറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അകത്തെ ഫുൾ ഡോർ ഓപ്പൺ ആവുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വീണ്ടും നമ്മൾ ഡോർ എന്നുള്ള ഫംഗ്ഷനിലോട് വീണ്ടും പോവാം. അതിൽ D1 എന്താണെന്ന് പഠിച്ചു. D2 നമ്മൾ സ്പീഡ് സെൻസിങ് ആണ്. അതായത് നമ്മൾ 20 കിലോമീറ്റർ എബോ വാഹനം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡോറുകൾ ലോക്ക് ആവും. അതിന്റെ സെറ്റിംഗ്സ് ആണ് D2 വരിക. അതിൽ അടുത്തത് തന്നെ D3 എന്ന ഫംഗ്ഷനാണ് നമ്മൾ അകത്തത്തെ ലോക്ക് എങ്ങനെ അൺലോക്കും സെറ്റ് ചെയ്യാന്നുള്ളത്. അതിൽ D3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ SL1, SL2 എന്നുണ്ട്. SL2 പ്രസ് ചെയ്യുക. SL1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാനുവലി അൺലോക്ക് ചെയ്യണം. SL2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നീഷൻ ഓഫ് ചെയ്ത് കീ ഇത് നിർത്തി കഴിഞ്ഞാൽ എല്ലാ ഡോറും അൺലോക്ക് ആവും. SL2 പ്രസ് ചെയ്യുക, സക്സസ്. ബാക്ക് കൊടുക്കുക. അപ്പോൾ കീ ഇഗ്നീഷൻ ഓഫ് ആക്കി കീ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡോറും അൺലോക്ക് ആവും. ഹയർ എൻഡ് വാഹനങ്ങളിൽ എങ്ങനെ ഇത് സെറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ MADയിൽ സെയിം സെറ്റിംഗ്സ് വരും. റൈറ്റ് സൈഡിലെ നോബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് സെറ്റിംഗ്സ് വരും. അതിൽ ഡോർ ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡോർ അൺലോക്ക്, ഓട്ടോ ലോക്ക്, ഓട്ടോ അൺലോക്ക്, അലാം എന്ന് പറഞ്ഞിട്ട് 4 ഫംഗ്ഷൻസ് വരും. അതായത് നമ്മൾ മിഡിൽ ഓപ്ഷനിൽ D1, D2, D3 അങ്ങനെ ആയിരിക്കും വരിക. പക്ഷെ നമുക്ക് ഹയർ എൻഡ് വേരിയന്റിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിൽ MADയിൽ ഉണ്ടാവും. ഡോർ അൺലോക്ക്, അതായത് ആ ഡോർ വേണോ ഡ്രൈവറുടെ ഡോർ മാത്രം അൺലോക്ക് ചെയ്യണോ എന്നുള്ളത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ താഴെ തന്നെ ഓട്ടോ ലോക്ക്, അതായത് സ്പീഡ് സെൻസിങ്, അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് നേരെ താഴെ ഓട്ടോ അൺലോക്ക്, വാഹനത്തിന്റെ അകത്ത് നിന്ന് സിംഗിൾ ഓഫ് നമ്മള് മാനുവലി ഓഫ് ചെയ്യണോ അതോ ഇഗ്നീഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്യണോ എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ തന്നെ അലാം, നമ്മൾ വെഹിക്കിളിന്റെ അലാം ഓൺ ഓഫ് ചെയ്യണോ എന്നുള്ളത്. അതായത് നമ്മൾ കീ ലോക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ ഒരു അലാം വരുമല്ലോ, അത് വേണോ വേണ്ട എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. അതിന് നമുക്ക് ഹയർ എൻഡ് വേരിയന്റുകളിൽ ഈ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ ഉപകാരപ്പെടുന്ന നിങ്ങൾ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ പേജ് ഒന്ന് ഫോളോയും ചെയ്യും.